ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വളരെയധികം ഹൃദയ വ്യഥയോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ബലിപീഠം എന്തെന്നോ അതിൻ്റെ പരിശുദ്ധി എന്തെന്നോ കുർബാന എന്തെന്നോ മദ്ബഹ എന്തെന്നോ സക്രാരി എന്തെന്നോ അറിയാത്ത ചില പെണ്ണുങ്ങൾ ഉദയംപേരൂർ പള്ളിയിൽ സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡിന്റെ തീരുമാനം അനുസരിച്ച് വളരെ സമാധാനപരമായി നിലവിൽ ഏകീകൃത കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ കുർബാന മധ്യേ അനാഫറുടെ സമയത്ത് അവിശ്വാസികളോ നിരീശ്വരന്മാരോ സാമൂഹ്യ വിരുദ്ധരോ പോലും ചെയ്യാൻ അറയ്ക്കുന്ന തരത്തിലുള്ള ചില പ്രവൃത്തികൾ, ആഭാസങ്ങൾ ചെയ്തുകൂട്ടി ഇന്നലെ ജൂലൈ മാസം 20-ാം തീയതി ഞായറാഴ്ച. ഈ പെണ്ണുങ്ങളെ എന്താണ് അവരെ വിളിക്കേണ്ടത്? തേപിടിശികളെന്നോ വേശികളെന്നോ വിളിക്കാൻ പോലും പറ്റില്ല. കാരണം അവർക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അവർക്ക് അവരുടേതൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇത് അവരെയെല്ലാം കവച്ചു വെക്കുന്ന തരത്തിലുള്ള അറപ്പുളവാക്കുന്ന കാര്യങ്ങളാണ് ഇവർ ചെയ്തത്. രാവിലെ കുർബാനയ്ക്ക് മുമ്പ് തന്നെ കൊന്ത ചൊല്ലാനുള്ള വ്യാജേന ഇവർ പള്ളിക്കകത്ത് കയറി. അവരെ നിലയ്ക്ക് നിർത്തേണ്ടവരായ ഉത്തരവാദിത്തപ്പെട്ട ചിലര്, പെൺകൊന്തന്മാർ എന്നാണ് അവരെ വിളിക്കേണ്ടത്, അവർ പിന്നാലെ കയറി. എന്നിട്ട് കൊന്ത ചൊല്ലുന്നതിന് പകരം കൊന്ത മുദ്രാവാക്യം വിളിയായിട്ട് അവർ ഈ പള്ളിയുടെ പവിത്രമായ അന്തരീക്ഷത്തെ മലീമസമാക്കുന്ന തരത്തിൽ ആക്രോശങ്ങളും മുദ്രാവാക്യം വിളികളുമായിട്ട് അവിടെ തമ്പടിച്ചു. രാഷ്ട്രീയക്കാരൊക്കെ മുദ്രാവാക്യങ്ങൾ വിളിക്കും, അതിനൊക്കെ ഒരു അന്തസ്സുണ്ട്. ഇത് യാതൊരു അന്തസ്സുമില്ലാതെ ജപമാല കൊന്തയക്കെന്ന് പറയുന്ന ഒരു ഭക്ത അഭ്യാസത്തെ ആഭാസമാക്കി മുദ്രാവാക്യമാക്കി അവർ മാറ്റുകയാണ് ചെയ്തത്. വികാരിച്ചൻ കുർബാന അർപ്പിക്കാൻ പള്ളിയകത്ത് കടന്നതും ഇവരുടെ സകല നിയന്ത്രണവും വിട്ട് സ്വരമുയർത്തി ഉച്ചത്തിൽ അവർ ഈ മുദ്രാവാക്യം വിളി തുടർന്നു. അപ്പോഴേക്കും ഏതാനും പേർ ചേർന്ന് ബാം എടുത്തു മാറ്റി. ഇവിടെ സഭയുടെ കുർബാന ചൊല്ലാൻ അനുവദിക്കില്ല, ഞങ്ങളുടെ കുർബാന ചൊല്ലാൻ പറ്റൂ എന്ന് പറഞ്ഞ് പിടിവാശി. പോലീസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, പോലീസ് വന്നു. അങ്ങനെ പോലീസ് സഹായത്തോടെ അച്ഛൻ കുർബാന ആരംഭിച്ചു. കൂക്കുവിളികളും ഉറഞ്ഞ തുള്ളലുമായിട്ട് ഈ അൽമായ മുന്നേറ്റ കോമരങ്ങൾ എന്ന് പറയാൻ പാടില്ല, വെളിച്ചപ്പാട് കോമരം എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊക്കെ അതിനൊക്കെ ഒരു ഭക്തിയുണ്ട് അവർ തുള്ളലിന്. ഇത് ഭക്തിയില്ലെന്ന് മാത്രമല്ല, ആഭാസകരമായ തരത്തില് ഇവര് കൂക്കുവിളികളും ഉറഞ്ഞ തുള്ളലും കിടന്ന മറിയലും ഡപ്പാങ്കൂത്തും സകല തരത്തിലുള്ള വികൃതങ്ങളും വൈകൃതങ്ങളും അവര് അവിടെ ചെയ്തു. അവരിങ്ങനെ പരിശുദ്ധ കുർബാന അവഹേളിച്ചുകൊണ്ടേയിരുന്നു. എങ്കിലും വികാരിച്ചൻ കുർബാന പൂർണ്ണമായി അർപ്പിച്ചു. ദിവ്യകാരണം സ്വീകരിക്കാൻ വന്ന ഭക്തസ്ത്രീകളെ ഈ പറഞ്ഞ സ്ത്രീകള്, ഞാൻ പറഞ്ഞല്ലോ അവരെങ്ങനെ വിളിക്കണം, എന്ത് വിളിക്കണം എന്ന് അറിഞ്ഞുകൂടാ. അത്രയും മോശമായ തരത്തിൽ പെരുമാറുന്ന സ്ത്രീകളെ നമ്മൾ എന്ത് വിളിക്കേണ്ടു? അവര് ഈ ഭക്തസ്ത്രീകളെ തടഞ്ഞു, ദിവ്യകാരണം സ്വീകരിക്കാതിരിക്കാൻ, കുർബാന സ്വീകരിക്കാതിരിക്കാൻ. ഇത്രമാത്രം പരിശുദ്ധ കുർബാന അവഹേളിക്കുന്ന സംഭവങ്ങൾ ലോക ചരിത്രത്തിൽ ഉണ്ടാകുമോ? ഞാൻ പറഞ്ഞല്ലോ, സാമൂഹ്യ വിരുദ്ധരോ നിരീശ്വരവാദികളോ വിശ്വാസികളോ ഒന്നും തന്നെ ഇങ്ങനെ ചെയ്യില്ല, ഇത്രയും തരം താഴില്ല. അത്രയും അറപ്പുളവാക്കുന്ന കാര്യങ്ങളാണ് ഈ സ്ത്രീകളും അവരുടെ പുരുഷന്മാരും കൂടി ചെയ്തത്. ഉദയംപേരിൽ ജോസ് അരക്കത്താഴം തന്റെ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞതുപോലെ പ്രതിഷേധിക്കാം, അതിനുള്ള അവകാശമൊക്കെ നമുക്കുണ്ട്. പക്ഷെ അതിങ്ങനെയാണ്, അതിനൊരു പരിധിയില്ലേ? സ്ഥലകാല ബോധമില്ലാതെ പരിശുദ്ധമായ സ്ഥലത്ത് ഇങ്ങനെ ആഭാസങ്ങൾ കാണിച്ചാണോ പ്രതിഷേധം രേഖപ്പെടുത്തുക? രണ്ടാമത്തെ കുർബാനയ്ക്ക് മുമ്പ് ഈ സ്ത്രീകൾ എന്ത് ചെയ്തെന്നറിയാമോ? പള്ളിയകത്ത് ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള കസേര എല്ലാം എടുത്ത് മദ്ബഹയില്, പരമപരിശുദ്ധ സ്ഥലത്ത് മദ്ബഹയില്, സ്വർഗീയ ജെറൂസലേമിന്റെ പ്രതീകമായ മദ്ബഹയിലുള്ള ബലിപീഠത്തിന് ചുറ്റും ഇരുന്നു. കസേരയിട്ട് ഇരിക്കുകയാണ് ഈ സ്ത്രീകൾ. എന്നിട്ട് അവിടേക്ക് പുരുഷന്മാരെ കാപ്പി കൊണ്ടുവരുന്നു, വെള്ളം കൊണ്ടുവരുന്നു. സക്രാരുടെ മുമ്പിൽ ബലിപീഠത്തില് മദ്ബഹയുടെ പരമപരിശുദ്ധമായ സ്ഥലത്ത് ഈ സ്ത്രീകൾ കസേരയിട്ടിരുന്ന് കാപ്പി കുടി. ഇത് കേൾക്കുമ്പോൾ നമുക്ക് രോഷം വരുന്നില്ലേ? ദേഷ്യം വരുന്നില്ലേ? നമ്മുടെ കർത്താവിനെ അങ്ങനെ അവഹേളിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ചങ്ക് പൊട്ടിപ്പോകുന്നില്ലേ? കുർബാന ഇല്ലേ, കർത്താവ് എഴുന്നള്ളിയിരിക്കുന്ന സക്രാരുടെ മുമ്പിലാണ് ഇത്രമാത്രം ആഭാസങ്ങളുമായിട്ട് ആ പരിശുദ്ധമായ സ്ഥലത്തെയും പരമപരിശുദ്ധ കർത്താവിനെയും നിന്ദിച്ച്
അവഹേളിച്ച് ഈ സ്ത്രീകൾ അവിടെ പെരുമാറുകയാണ്. കുർബാന അർപ്പിക്കാൻ വന്ന് രണ്ടാമത്തെ കുർബാന അർപ്പിക്കാൻ വന്ന അച്ഛൻ അവരെ അനുവദിച്ചില്ല. കുട്ടികൾക്ക് വേണ്ടിയുള്ള കുർബാനയാണ്, വേദപാഠമെങ്കിലും എടുക്കാനായിട്ട് അനുവദിക്കണമെന്ന് അച്ഛൻ കെഞ്ചി പറഞ്ഞു. പക്ഷെ ഇവർ കൂട്ടാക്കിയില്ല. ഇവർക്കെന്ത് കുടുംബം, ഇവർക്കെന്ത് മക്കള്, ഇവർക്കെന്ത് വേദപാഠം, അവർക്കെന്ത് വിശ്വാസം, അവർക്കെന്ത് ദൈവം, അവർക്കെന്ത് കുർബാന, അവർക്കെന്ത് മധുബക. അപ്പോഴേക്കും തൃപ്പൂണിത്തുറ ഫൊറോന വികാരി വന്നു. നോക്കൂ, ഇങ്ങനെ ആഭാസങ്ങൾ കാണിക്കുന്നവരെ പിന്തുണയ്ക്കാൻ ഫൊറോന വികാരി, അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് അൽമായം മുന്നിട്ട നേതാക്കന്മാര്. അവരെ പറഞ്ഞു വിടുന്ന ആരാണ്? പാമ്പ്ളാനി പിതാവിന്റെ സമവായ മാർഗരേഖ 10ാം വകുപ്പാണത്രേ. ഫൊറോന വികാരിയും ഈ അൽമായം മുന്നിട്ടക്കാരും എല്ലാവർക്കും അകത്ത് കയറണമെന്നായി. ഉദയംപേട്ട് ജനം പറഞ്ഞു അത് നടക്കില്ല. അവസാനം പോലീസൊക്കെ ഇടപെട്ട് ഫൊറോന വികാരി മാത്രം അകത്ത് കടക്കാനായിട്ട് അനുവദിച്ചു. ഫൊറോന വികാരി വികാരിച്ചിനടുത്ത് ചെന്നു. തിരിച്ചു വരുമ്പോണ്ട് ഫൊറോന വികാരിയുടെ കയ്യിൽ ഉദയംപേർ പള്ളിയുടെ താക്കോല്. ജനം ചോദിച്ചു, അച്ഛൻ്റെ കയ്യിൽ എന്താ ഈ പള്ളിയുടെ താക്കോല്? ഞാൻ ഇവിടുത്തെ പള്ളിയുടെ താക്കോലുമായി കൊണ്ടുപോകുക, SI പറഞ്ഞിട്ടുണ്ട്. SIക്ക് അറിയില്ലായിരുന്നു. SIയോട് മുമ്പിൽ പറഞ്ഞു, ഞാനാണ് പള്ളിയുടെ അധികാരി എന്ന് പറഞ്ഞിട്ടായിരിക്കാം ഈ ഫൊറോന വികാരി പെരുമാറിയത്. ഉദയംപേർ ജനം പറഞ്ഞു അത് നടപ്പില്ല. ഫൊറോന പള്ളി വികാരിക്ക് ഫൊറോന പള്ളിയുടെ അധികാരം, ഉദയംപേർ പള്ളിയുടെ അധികാരം ഇവിടുത്തെ വികാരിയച്ഛനാണ്. അതിൽ താക്കോലും മറ്റും മുന്നോട്ട് പോയാൽ ഒന്നുകച്ചും ജീവനോട് പോകില്ല, അല്ലെങ്കിൽ മുട്ടിൽ ഇഴഞ്ഞേ പോകൂ. ജനം, ദൈവജനം, ഉദയംപേർ ദൈവജനം ശരിക്കും രോഷം കൊണ്ടു അച്ഛനോട് സംസാരിച്ചു. കാര്യങ്ങൾ പന്തിയല്ലെന്ന് കണ്ട ഫൊറോന വികാരി അവസാനം തിരിച്ചു കയറി താക്കോല് കൊടുത്ത് അങ്ങനെ പുറത്തു പോയി. ദൈവജനം അദ്ദേഹത്തെ കൂക്കി വിളിച്ച് തന്നെയാണ് പറഞ്ഞയച്ചത്. അങ്ങനെ തന്നെയാണ് പോകേണ്ടത്. കാരണം ഈ ആഭാസങ്ങൾ കാണിക്കുന്ന സ്ത്രീകളെ പിന്തുണയ്ക്കാൻ ഒരു ഫൊറോന വികാരി വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ കത്തോലിക്ക സഭയിലെ സീറോ മലബാർ സഭയുടെ ഈ അധപതനത്തിന്റെ ആഴം. ഈ സ്ത്രീകൾ പുറത്തു പോകണം, ഇല്ലേ, അവിടുത്തെ സമാധാനാന്തരീക്ഷം ഉണ്ടാകണം. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ അവിടുത്തെ ഉദയംപേർ ദൈവജനം ഒരു വ്യവസ്ഥ വെച്ചു. ഈ പരമപരിശുദ്ധ സ്ഥലമായ ബലിപീഠം മധുബക അശുദ്ധമാക്കിയ ഈ സ്ത്രീകളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഒരു ആധ്യാത്മിക ആവശ്യവും മരണമുൾപ്പെടെ കബറടക്കം ഉൾപ്പെടെ യാതൊന്നും ഈ പള്ളി നടത്താൻ സമ്മതിക്കില്ല. അതല്ല, അവർക്കത് വേണമെങ്കിൽ അവര് ദൈവജനത്തിന് പരസ്യമായി മാപ്പ് പറയണം. ഈ ഒരു നിലപാടാണ് ഉദയംപേരിൽ ദൈവജനം സ്വീകരിച്ചിരിക്കുന്നത്. ഈ ആഭാസങ്ങൾ കാട്ടിക്കൊണ്ടിയ സ്ത്രീകള്, അവരുടെ കുടുംബാംഗങ്ങള്, അവരുടെ ഒരു ആധ്യാത്മിക ആവശ്യവും ഈ പള്ളി വെച്ച് നടത്തി കൊടുക്കാൻ പറ്റില്ല. മരണവും അടക്കം ഉൾപ്പെടെ അത് വേണമെങ്കിൽ അവർ പരസ്യമായി ദൈവജനത്തിന് മാപ്പ് പറയണം, ദൈവത്തോടും. അപ്പോഴേക്കും മൗണ്ട് തോമസിന് ചില വിളികൾ വന്നു. ഉദയംപേർ ദൈവജനം ശക്തമായിട്ട് നിലപാടെടുത്തു. പാമ്പ്ളാനിയുമായി ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല. അദ്ദേഹം പാപ്പാവിരുദ്ധനാണ്, സഭാവിരുദ്ധനാണ്, ദൈവനിന്ദകരുമായി കൂട്ടുകെട്ടുള്ളവനാണ്. പാമ്പ്ളാനിയുമായി ചർച്ചയ്ക്ക് തയ്യാറല്ല. ഇപ്പോഴത്തെ കൂരിയായുമായും ചർച്ചയ്ക്ക് തയ്യാറല്ല. കാരണം അവര് പാപ്പാവിരുദ്ധരും സഭാവിരുദ്ധരും ദൈവനിന്ദകർക്കും ആയ അവർക്ക് ഓശാന പാടുന്നവരാണ്. അവരുമായും ചർച്ചയ്ക്ക് തയ്യാറല്ല. തട്ടിൽ പിതാവുമായി ചർച്ചയാകാം, പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. അദ്ദേഹം മാർപ്പാപ്പയുടെ ആഹ്വാനത്തിന് വിരുദ്ധമായോ മെത്രാൻസിന്റെ തീരുമാനത്തിന് വിരുദ്ധമായോ ഒരു നിലപാടെടുത്താൽ തട്ടിൽ പിതാവുമായും ചർച്ച സ്വീകാര്യമല്ല. അല്ല, തുറന്ന മനസ്തുതിയോടെയാണ് തട്ടിൽ പിതാവ് വരാൻ തയ്യാറെങ്കിൽ, ചർച്ചയ്ക്ക് തയ്യാറെങ്കിൽ, അതായത് മാർപ്പാപ്പയോടും സഭയോടും ചേർന്ന് നിൽക്കാൻ തയ്യാറാണെങ്കിൽ തട്ടിൽ പിതാവുമായി മാത്രം ചർച്ചയാകാം എന്നൊരു നിലപാട് ഈ ഉദയംപേരിൽ ദൈവജനം എടുത്തിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നലെ സംഭവിച്ചിരിക്കുന്നത് ഉദയംപേരൂരിൽ. ഞാൻ 2 വീഡിയോസ്, ഇന്നലെ ഒരു വീഡിയോയും ഇന്നൊരു വീഡിയോയും ഞാൻ ഇട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സീറോ മലബാർ സഭയിൽ ഇനിയും മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മെത്രാന്മാരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മെത്രാൻ പട്ടം കിട്ടുമ്പോൾ സാമാന്യ ബോധമൊന്നും നഷ്ടപ്പെടുന്നില്ലെങ്കിൽ, സഭാസ്നേഹം നഷ്ടപ്പെടുന്നില്ലെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ തീരുമാനമെടുക്കേണ്ട സമയമാണ്. നിങ്ങൾക്കാണ് ഇപ്പോൾ മാനസാന്തരം വേണ്ടത്. ശരിക്കും മാനസാന്തരം. അത് ദൈവത്തിന് വേണ്ടി നിലപാടെടുക്കുന്നതിനെയാണ് മാനസാന്തരം എന്ന് പറയണേ. ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി. അങ്ങനെ ഒരു നിലപാടെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് മാന്യമായി ചെയ്യേണ്ടത് രാജിവെച്ച് മാറി നിൽക്കുകയാണ്. സഭയോട് സ്നേഹമുള്ളവർ വരട്ടെ. നിങ്ങൾക്ക് വാ തുറക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ, നിങ്ങളെ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ഈ സഭ ഇങ്ങനെ നശിപ്പിക്കാൻ വിട്ടുകൊടുക്കാതെ
ഈ സഭ ഇങ്ങനെ നശിക്കാൻ വിട്ടുകൊടുക്കാതെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങൾ തീരുമാനിച്ചതാണ് ഈ ഏകീകൃത കുർബാന. അത് നടപ്പാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്, സഭ ആവശ്യപ്പെട്ടത്. അപ്പോഴും ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ഔദ്യോഗിക പ്രസ്താവനകളിൽ പോലും വിവിധ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നു. ഇവിടെ എവിടെയാണ് വിവിധ ഗ്രൂപ്പുകൾ? നിങ്ങളുടെ തീരുമാനത്തോടൊപ്പം നിൽക്കുന്നത് ഒരു ഗ്രൂപ്പാണോ അതോ സഭയാണോ? പിന്നെ അപ്പുറത്ത് ഒരൊറ്റ ഗ്രൂപ്പേ ഉള്ളൂ, അത് അൽമായ മുന്നേറ്റക്കാരാണ്. പിന്നെ അവർ സപ്പോർട്ട് ചെയ്യുന്ന വിമതര്. അപ്പോൾ രണ്ട് വിഭാഗം വിവിധ ഗ്രൂപ്പുകൾ എന്ന് നിങ്ങൾ പറയരുത് മെത്രാന്മാരെ, നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങളുടെ ഔദ്യോഗിക പ്രതികരണം വരുമ്പോഴും വിവിധ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞ് വരരുത്. സഭയോടൊപ്പം നിൽക്കുന്ന ജനം, അതാണ് ദൈവജനം. സഭയോടൊപ്പം നിൽക്കുന്നത് അത് ഗ്രൂപ്പല്ല, അത് നിങ്ങളുടെ മെത്രാൻസിന്റെ തീരുമാനം, മാർപ്പാപ്പയുടെ ആഹ്വാനം, പരിചിത സംഘത്തിന് ആഹ്വാനം, അത് അനുസരിക്കുന്നവരാ. ആ അനുസരിക്കുന്നവര് സഭയാണ്, അല്ലാണ്ട് വിവിധ ഗ്രൂപ്പല്ല. അപ്പുറത്ത് ഒരൊറ്റ ഗ്രൂപ്പേ ഉള്ളൂ, സഭാവിരുദ്ധ ഗ്രൂപ്പ്, പാപ്പവിരുദ്ധ ഗ്രൂപ്പ്. അത് അൽമായ മുന്നേറ്റക്കാരും വിമത വൈദികരും ചേർന്ന ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ നിലപാടുകളിൽ വ്യക്തത വേണം. നിങ്ങൾ അഴകുഴമ്പൻ രീതികൾ ഇനി അവലംബിക്കരുത്. ഇനിയും ഈ സഭയെ ഇങ്ങനെ നാറ്റിക്കരുത്. ഒരൊറ്റ രൂപതയിലുള്ള പ്രശ്നം കാരണം ലോകം മുഴുവൻ നമ്മൾ നാറാനായിട്ട് ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരുന്നത് ശരിയാണോ? ഗൗരവത്തോടെ ചിന്തിക്കൂ. നമ്മുടെ ചങ്കിലാണ് കത്തികുത്തി ഇറക്കുന്നത് ഈ അൽമായ മുന്നേറ്റക്കാരും വിമത വൈദികരും. ഞാൻ 1000 വട്ടം പറഞ്ഞതാണ്, അവരെ നിലയ്ക്ക് നിർത്താൻ നമുക്ക് ഒരു ദിവസം വേണ്ട. ഒരു ദിവസം. പണ്ട് ഞാൻ പറഞ്ഞിരുന്നത് 3 കൊല്ലം 3 മാസം എന്നൊക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ദിവസമാണ്. ഇനിയും നമ്മുടെ സഭ നശിക്കാൻ അനുവദിക്കരുത് മെത്രാന്മാരെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.